ഹായ് എവരിവൺ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് RSCയിലെ 4th മൊഡ്യൂളിലെ റിവിഷനാണ്. കുറഞ്ഞ സമയം കൊണ്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് പോവാം. അതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പറഞ്ഞു പോവാം. എയർ കണ്ടീഷനിങ് ഡിഫൈൻ ചെയ്യാൻ പാർട്ട് എയിൽ 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് എയർ കണ്ടീഷനിങ്? എയർ കണ്ടീഷനിങ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് കണ്ടീഷനിങ് ഓഫ് എയർ. കണ്ടീഷനിങ് ഓഫ് എയറിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. എന്താണ് വരുന്നത്? സപ്ലൈയിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ഡിസൈറബിൾ ഇൻറ്റേർണൽ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ ഫോർ ഹ്യൂമൻ കംഫർട്ട് ഇറസ്പെക്റ്റീവ് ഓഫ് എക്സ്റ്റേണൽ കണ്ടീഷൻ. സപ്ലൈയിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ഡിസൈറബിൾ ഇൻറ്റേർണൽ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് ഫോർ ഹ്യൂമൻ കംഫർട്ടിന് ആവശ്യമായ ഡിസൈറബിൾ ഇൻറ്റേർണൽ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ RHഉം DBTയും ഇറസ്പെക്റ്റീവ് ഓഫ് എക്സ്റ്റേണൽ കണ്ടീഷൻ. നമ്മളെ പുറമേയുള്ള അറ്റ്മോസ്ഫിയറിക് കണ്ടീഷന് ഒരു ഇതുമില്ലാതെ ആ ഒരു എൻക്ലോസ്ഡ് സ്പേസിലാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്യുക. ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കംഫർട്ട് എയർ കണ്ടീഷനിങ്. കംഫർട്ട് എയർ കണ്ടീഷനിങ്ങിൽ 4 ഫാക്ടറാണുള്ളത്. 1 ടെമ്പറേച്ചർ ഓഫ് എയർ, 2 ഹ്യൂമിഡിറ്റി ഓഫ് എയർ, 3 പ്യൂരിറ്റി ഓഫ് എയർ, 4 മോഷൻ ഓഫ് എയർ. അതിൽ ടെമ്പറേച്ചർ ഓഫ് എയർ നമുക്കറിയാം. എയർ കണ്ടീഷനിങ്ങിൽ ടെമ്പറേച്ചർ ഒരു എൻക്ലോസ്ഡ് സ്പേസിൽ അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അത് ഔട്ട്സൈഡ് ടെമ്പറേച്ചറിൽ നിന്നും കൂടുതലോ കുറവോ ആവാം. അപ്പോൾ ടെമ്പറേച്ചർ എന്നുള്ളത് ഒരു മെയിൻ ഫാക്ടറാണ്. രണ്ടാമത്തത് ഹ്യൂമിഡിറ്റി ഓഫ് എയർ. ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് മോയ്സ്ചർ കണ്ടൻറ്റ്. സമ്മർ സീസണിൽ മോയ്സ്ചർ കണ്ടൻറ്റ് അറ്റ്മോസ്ഫിയറിൽ കൂടുതലായിരിക്കും, വിൻ്റർ സീസണിൽ മോയ്സ്ചർ കണ്ടൻറ്റ് കുറവുമായിരിക്കും. അപ്പോൾ നമുക്ക് ജനറലായിട്ട് പറയാം, സമ്മർ എയർ കണ്ടീഷനിങ്ങിൽ RH എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 60%, whereas winter air conditioning system it should not be more than 40%. ഇനി മൂന്നാമത്തെ പ്യൂരിറ്റി ഓഫ് എയർ. എന്താണ് പ്യൂരിറ്റി? എന്നാൽ നമുക്കറിയാം, കണ്ടാമിനേറ്റഡ് എയർ നമ്മൾ ശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ടയേർഡാവും, അല്ലെങ്കിൽ ഹെഡ് ഏക്ക് ഉണ്ടാവും, പല ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാവും, അല്ലെങ്കിൽ കണ്ണിന് ഇറിറ്റേഷൻ, പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ നമുക്ക് കംഫർട്ട് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? പ്യുവർ എയർ ആയിരിക്കണം. അത് ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും ഉണ്ടായതുകൊണ്ട് മാത്രം റെഡി ആവില്ല. നാലാമത്തത് മോഷൻ ഓഫ് എയർ. കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള സർക്കുലേഷൻ നടക്കണം. ഈ നമ്മളെ ഫാനോ ബ്ലോവറോ വെച്ച് കറക്റ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകണം നമ്മളെ എൻക്ലോസ്ഡ് സ്പേസിൽ. അല്ലാന്നുണ്ടെങ്കിൽ ഫാനോ ബ്ലോവറോ വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ കണ്ടീഷൻഡ് എയർ എല്ലായിടത്തേക്കും സമയത്തിന് എത്തില്ല. അപ്പോൾ ആ ടെമ്പറേച്ചറോ ഇതോ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ മോഷൻ ഓഫ് എയർ എന്നുള്ളതും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇനി എയർ കണ്ടീഷനിങ് സിസ്റ്റം. എ സിസ്റ്റം which effectively controls these conditions to produce the desired effect upon occupants of the space is known as air conditioning system. ഇനി എയർ കണ്ടീഷനിങ് സിസ്റ്റത്തെ നമ്മൾ ക്ലാസിഫൈ ചെയ്തേക്കണം. ഈ ക്ലാസിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. 3 ടൈപ്പിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് അക്കോർഡിംഗ് ടു ദ പേർപ്പസ് അനുസരിച്ച് ക്ലാസിഫൈ ചെയ്തതിൽ 2 ടൈപ്പ് ഉണ്ട്. കംഫർട്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റവും ഇൻഡസ്ട്രിയൽ എയർ കണ്ടീഷനിങ് സിസ്റ്റവും. ഇതിങ്ങനെ ലിസ്റ്റ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. 6 മാർക്കിന് 7 മാർക്കിന് 2 തവണ ചോദിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത് അക്കോർഡിംഗ് ടു ദ സീസൺ ഓഫ് ദ ഇയർ. സീസൺ അനുസരിച്ച് 3 ടൈപ്പ് ഉണ്ട്. വിൻ്റർ എയർ കണ്ടീഷനിങ് സിസ്റ്റം, സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റം, ഇയർ റൗണ്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റം. മൂന്നാമത്തേത് അക്കോർഡിംഗ് ടു ദ അറേഞ്ച്മെൻറ്റ് ഓഫ് എക്യുപ്മെൻറ്റ്, യൂണിറ്ററി എയർ കണ്ടീഷനിങ് സിസ്റ്റം ആൻഡ് സെൻട്രൽ എയർ കണ്ടീഷനിങ് സിസ്റ്റം. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. കംഫർട്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റം. കംഫർട്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടെയുള്ള ഹ്യൂമൻ കംഫർട്ട് അല്ലെങ്കിൽ ഹ്യൂമൻ ഹെൽത്തിന് കറക്റ്റായിട്ടുള്ള, കാരണം നമ്മൾ കൂടുതൽ ഡീൽ ചെയ്യുന്ന സ്ഥലങ്ങളിലാണ് ഇത് ഉപയോഗിക്കുക. നമ്മൾ കറക്റ്റായിട്ടുള്ള നമുക്ക് വേണ്ട റിക്വയർഡ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ RHഉം ഉണ്ടായിരിക്കണം. അത് എവിടെയാണ് യൂസ് ചെയ്യുക? ഹോം, ഓഫീസ്, ഷോപ്പ്, റെസ്റ്റോറൻറ്റ്, തിയേറ്റർ, ഹോസ്പിറ്റൽ, സ്കൂൾസ് എക്സെട്ര. ഇവിടെയൊക്കെയാണ് നമ്മൾ കംഫർട്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റം യൂസ് ചെയ്യുക. ഇനി ഇൻഡസ്ട്രിയൽ എയർ കണ്ടീഷനിങ് സിസ്റ്റം യൂസ് ചെയ്യുക എവിടെയാണ്? ഇൻഡസ്ട്രിയിൽ. അത് ഒരു സ്പെസിഫൈഡ് പർപ്പസിന് അല്ലെങ്കിൽ സ്പെസിഫൈഡ് മാനുഫാക്ചറിങ് ഇതിന് വേണ്ടിയിട്ട് അതിന് വേണ്ട DBTയും RHഉം സെറ്റ് ചെയ്തിട്ട് അതിന് ആവശ്യമായ ആ മെഷീൻ വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ്, ആ മാനുഫാക്ചറിങ് പ്രോസസ്സ് നടക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ സെറ്റ് ചെയ്യുക. അല്ലെങ്കിൽ R&D ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ലാബുകൾ, ഇങ്ങനത്തെ സ്ഥലങ്ങളിലാണ് ഇത് യൂസ് ചെയ്യുക. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ടെക്സ്റ്റൈൽ മില്ല്, പേപ്പർ മില്ല്, മെഷീൻ പാർട്സ് മാനുഫാക്ചറിങ് പ്ലാന്റ്, ടൂൾ റൂം ആൻഡ് ഫോട്ടോ പ്രോസസ്സിംഗ് പ്ലാന്റ്. ഇവിടേക്കാണ് ഇൻഡസ്ട്രിയൽ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൻ്റെ ആപ്ലിക്കേഷൻ. ഇനി വിൻ്റർ എയർ കണ്ടീഷനിങ് സിസ്റ്റം. ഈ വിൻ്റർ എയർ കണ്ടീഷനിങ് സിസ്റ്റം അല്ലെങ്കിൽ സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റം, ഇയർ റൗണ്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റം, ഇത് ഫിഗർ വരച്ച്
കുറേ തവണ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 ബി പാർട്ടിലും ചോദിച്ചിട്ടുണ്ട്, സി പാർട്ടിലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഫോർത്ത് മൊഡ്യൂളിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യനാണ് സമ്മർ വിൻ്റർ ഇയർ റൗണ്ട്. ഇതിൻ്റെ സ്ട്രക്ചർ ഫിഗർ വരയ്ക്കാൻ സിമ്പിളാണ്. ഈ സ്ട്രക്ചറെല്ലാം ഇതുപോലെ തന്നെയാണ്. ഇതിലാകെ മാറ്റം വരുന്നത് ഈ പ്രീ ഹീറ്റർ അല്ലെങ്കിൽ റീഹീറ്റ്, കൂളിംഗ് കോയിൽ, ഹ്യൂമിഡിഫയർ, ഈ ഒരു പാർട്ടിൽ മാത്രമേ ഇതിൽ മാറ്റങ്ങൾ വരുന്നുള്ളൂ. ബാക്കി എല്ലാ ഫിഗറും സെയിം ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് പറയാം എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഇത് വിൻ്റർ എയർ കണ്ടീഷനിങ് സിസ്റ്റമാണ്. ഇവിടെ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? വിൻ്ററിൽ ഓൾറെഡി എയറിനെ ഹീറ്റ് ചെയ്യണം, അതോടൊപ്പം ഹ്യൂമിഡിഫിക്കേഷൻ നടത്തണം. കാരണം വിൻ്ററിൽ കൂൾഡ് എയർ ആണുള്ളത്, ഹ്യൂമിഡിറ്റി കുറവാണ്. അപ്പം നമുക്ക് ഇതിനെ ഹീറ്റ് ചെയ്യണം, അതോടൊപ്പം ഹ്യൂമിഡിഫൈയും ചെയ്യണം. അപ്പോൾ ഈ 2 പ്രോസസ്സാണ്. അത് ഓർത്തുകൊണ്ട് ഈ സാധനങ്ങൾ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഫസ്റ്റ് ഒരു ഡാമ്പറിലൂടെ ഔട്ട്സൈഡ് എയർ കയറും. ആ സമയത്ത് ഇവിടുന്ന് റീസർക്കുലേറ്റഡ് എയറും വരും. ഇത് രണ്ടും കൂടെ മിക്സ് ആയിട്ട് ഈ ഒരു ഫിൽറ്ററിലൂടെ പാസ് ചെയ്യും. ആ ഫിൽറ്ററിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഡേർട്ട്, ഡസ്റ്റ്, അതർ ഇമ്പ്യൂരിറ്റീസ് എല്ലാം ഫിൽറ്ററാവും. ഫിൽറ്റേർഡ് ആയ ഈ എയർ ഒരു പ്രീ ഹീറ്ററിലൂടെ പാസ് ചെയ്യും. എന്തിനാണ് ഈ പ്രീ ഹീറ്ററിലൂടെ ഇത് ചെയ്യുന്നത്? അങ്ങനെ കോൾഡ് എയർ ആണ് കയറി വരുന്നത്. അത് ഫ്രീസിങ്, കാരണം ഇതിലെ മോയ്സ്ചർ കണ്ടന്റ് ഫ്രീസിങ് ഓഫ് വാട്ടർ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിന്ന് തന്നെ ഒരു പ്രീ ഹീറ്റർ കൊടുക്കുന്നത്. ആ പ്രീ ഹീറ്റർ അത് മാത്രമല്ല, ഇവിടുത്തെ ഇവാപ്പറേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടി ആണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വരുന്ന ഒരു പ്രീ ഹീറ്ററിലൂടെയാണ് പാസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഹ്യൂമിഡിഫിക്കേഷൻ നടത്തണം. അതിനൊരു ഹ്യൂമിഡിഫയറിലൂടെ പാസ് ചെയ്യും. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയുള്ള ഹ്യൂമിഡിഫിക്കേഷൻ കിട്ടി. എന്നിട്ട് നമ്മൾ വീണ്ടും ഒരു റീഹീറ്റ് കോയിലൂടെ പാസ് ചെയ്യുന്നു. ആ റീഹീറ്റ് കോയിലൂടെ പാസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആവശ്യമായ ഫൈനലി നമുക്ക് കണ്ടീഷൻ്റെ സ്പേസിലേക്ക് കിട്ടേണ്ട റിക്വയർഡ് ആയിട്ടുള്ള DBTയിലേക്കും RHലേക്കും എത്തുക. അപ്പം ഒരു പ്രീ ഹീറ്റ് കോയിൽ, ഒരു ഹ്യൂമിഡിഫയർ, ഒരു റീഹീറ്റ് കോയിൽ, അത് കഴിഞ്ഞൊരു ഫാന് വഴി നമ്മൾ കണ്ടീഷൻ്റെ സ്പേസിലേക്ക് നമ്മുടെ കണ്ടീഷൻ്റെ എയറിനെ ബ്ലോ ചെയ്ത് ഇതാണ്. വീണ്ടും ഇത് അവിടുന്ന് ഒരു പാർട്ട് റീസർക്കുലേറ്റഡ് എയർ ഈ കണ്ടീഷൻ്റെ സ്പേസിലെ ഒരു പാർട്ട് വെന്റിലേറ്ററിലൂടെ അല്ലെങ്കിൽ ലീക്കായിട്ട് പുറത്തേക്ക് പോവും. അവിടുന്ന് അതിന് ബാക്കപ്പ് ചെയ്യാൻ കൂടിയാണ് ഈ ഔട്ട്സൈഡ് എയർ കയറുന്നത്. ബാക്കി റീസർക്കുലേറ്റഡ് എയറിനെ വീണ്ടും കണ്ടീഷൻ ചെയ്യും. ഇതിൻ്റെ തിയറി ഒന്ന് നോക്കാം. ഇതിൻ്റെ തിയറിയിൽ തന്നെ ഫസ്റ്റിലെ പാർട്ടും ലാസ്റ്റിലെ പാർട്ടും ഏകദേശം സെയിം ആണ്. ആ സെൻറ്ററിലുള്ള പോർഷൻ മാത്രമാണ് മാറുള്ളൂ. ഇൻ വിൻ്റർ എയർ കണ്ടീഷനിങ് സിസ്റ്റം ദ എയർ ഈസ് ഹീറ്റഡ് വിച്ച് ഈസ് ജനറലി അക്കമ്പനിഡ് ബൈ ഹ്യൂമിഡിഫിക്കേഷൻ. നമ്മൾ പറഞ്ഞു ഹീറ്റിങ്ങും ഹ്യൂമിഡിഫിക്കേഷനുമാണ് ചെയ്യേണ്ടത്. ദ ഔട്ട്സൈഡ് എയർ ഫ്ലോസ് ത്രൂ ദ ഡാമ്പർ ആൻഡ് മിക്സസ് അപ്പ് വിത്ത് ദ റീസർക്കുലേറ്റഡ് എയർ. The mixed air passes through the filter to remove dirt, dust and other impurities. The air is now passes through the preheat coil in order to prevent the possible freezing of water and to control the evaporation of water in the humidifier. ഫസ്റ്റ് പ്രീ ഹീറ്റർ യൂസ് ചെയ്യുന്നത് പോസിബിൾ ഫ്രീസിങ് പ്രിവെൻറ്റ് ചെയ്യാൻ, അതോടൊപ്പം ഇവാപ്പറേഷൻ കൺട്രോൾ ചെയ്യാൻ. ആഫ്റ്റർ ദാറ്റ് ദ എയർ ഈസ് മെയ്ഡ് ടു പാസ് ത്രൂ ദ റീഹീറ്റ് കോയിൽ ഡ്യൂറിങ് ദ എയർ ടു ദ ഡിസൈൻഡ് DBTയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് റീഹീറ്റ് കോയിലാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ കണ്ടീഷൻ്റെ എയറിനെ ഒരു ഫാന് വഴി നമ്മൾ കണ്ടീഷൻ്റെ സ്പേസിലേക്ക് ബ്ലോ ചെയ്യിക്കും. അവിടെ നിന്ന് കണ്ടീഷൻ്റെ സ്പേസിൽ നിന്ന് ഒരു പാർട്ട് എയർ എക്സോസ്റ്റ് ടു ദ അറ്റ്മോസ്ഫിയർ ബൈ എക്സോസ്റ്റ് ഫാൻ അല്ലെങ്കിൽ വെന്റിലേറ്ററിലൂടെ പുറത്തു പോകും. അപ്പോൾ റിമൈനിങ് പാർട്ടാണ് നമ്മൾ റീസർക്കുലേറ്റഡ് എയർ ആയിട്ട് വീണ്ടും കണ്ടീഷൻ ചെയ്യുന്നത്. ആ വെന്റിലേറ്ററിലൂടെ പുറത്തേക്ക് പോയ ആ ഗ്യാസിനെ അല്ലെങ്കിൽ എയറിനെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഔട്ട്സൈഡ് എയർ വീണ്ടും സക്ക് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഇനി സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റം ഫിഗർ സെയിം ആണ്. അതിൽ ഇവിടെ ഒരു പാർട്ടിൽ മാത്രമാണ് മാറ്റം വരുന്നുള്ളൂ. ഇവിടെ ഒരു പ്രീ ഹീറ്റർ, അതിന് പകരം കൂളിംഗ് കോയിലാണ്. എന്നാൽ നമുക്കിവിടെ എന്താ ചെയ്യേണ്ടത്? സമ്മർ സീസണിൽ എന്താണ് ഉപയോഗിക്കുക? നമ്മളെ എയറിൻ്റെ അവസ്ഥ എന്താണ്? ചൂട് എയറാണ്, ഹ്യൂമിഡിറ്റി കൂടുതലാണ്. അപ്പം നമുക്ക് കൂൾ ചെയ്യണം, അതോടൊപ്പം ഡീഹ്യൂമിഡിഫൈ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഒരു കൂളിംഗ് കോയിൽ, പിന്നെ ഒരു പെർഫറേറ്റഡ് മെംബ്രെയിൻ, ഒരു മോയ്സ്ചർ കണ്ടന്റിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള പിന്നെ ഒരു ഹീറ്റിംഗ് കോയിൽ. ഇതാണ് ഇവിടെ. ബാക്കി എല്ലാം സെയിം ആണ്. കാരണം ഇവിടുന്ന് ഔട്ട്സൈഡ് എയർ ഡാമ്പറിൻ്റെ ഉള്ളിലൂടെ കയറും, ഇവിടുന്ന് റീസർക്കുലേറ്റഡ് എയർ ആയിട്ട് മിക്സ് ചെയ്ത് ഫിൽറ്ററിലൂടെ കയറും. അപ്പോൾ ഡേർട്ട്, ഡസ്റ്റ്, ഇമ്പ്യൂരിറ്റീസ് എല്ലാം പോവും. അവിടുന്ന് കൂളിംഗ് കോയിലിലേക്ക് കയറും. കൂളിംഗ് കോയിലിലേക്ക് പോകുന്ന സമയത്ത് കൂളിംഗ് കോയിലിൻ്റെ ടെമ്പറേച്ചർ വളരെ കുറവായിരിക്കും.
നമുക്ക് ആവശ്യമുള്ള റിക്വയർഡ് DBTയേക്കാളും വളരെ കുറവായിരിക്കും കൂളിംഗ് കോയിലിലെ ടെമ്പറേച്ചർ. അങ്ങനെ കൂളിംഗ് കോയിലിൻ്റെ ടെമ്പറേച്ചർ വളരെ കുറവായിരിക്കും. അപ്പോൾ ഇത് കൂളാവും. അതോടൊപ്പം ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു പെർഫറേറ്റഡ് മെമ്പറൈൻ, ഒരു സുഷിരങ്ങളുള്ള മെമ്പറൈന്, അപ്പോൾ അതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്തുള്ള മോയ്സ്ചർ കണ്ടൻസ്ഡ് ഫോമായിട്ട് ലിക്വിഡായിട്ട് ഇവിടെ ഈ സമ്പിൽ സ്റ്റോർ ചെയ്യും. എന്നിട്ട് എയർ മാത്രം ഇതിലേക്ക് പോകും. അല്ലെങ്കിൽ ഹീറ്റിംഗ് കോയിൽ, അപ്പോൾ എന്താണ്, ഡീഹ്യൂമിഡിഫിക്കേഷൻ നടക്കും. ഹീറ്റിംഗ് കോയിലിൽ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള DBTയിലേക്കും RHലേക്കും ഈ ഹീറ്റിംഗ് കോയിലിൽ എത്തും. എന്നിട്ട് അത് ഫാൻ വഴി കണ്ടീഷൻഡ് സ്പേസിലൂടെ സർക്കുലേറ്റ് ചെയ്യും. ഇതാണ് ഈ ഒരു പ്രോസസ്സാണ് സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൽ ഉള്ളത്. ആ ഫിഗർ ഫസ്റ്റിലെ പോയിൻ്റെല്ലാം സെയിം ആണ്. ദ എയർ നൗ, ഈ ഒരു പോയിന്റ് നോക്കുക, ദ എയർ നൗ പാസസ് ത്രൂ ദ കൂളിംഗ് കോയിൽ. ദ കോയിൽ ഹാസ് ടെമ്പറേച്ചർ മച്ച് ബിലോ ദ റിക്വയർഡ് DBT ഓഫ് ദ എയർ ഇൻ ദ കണ്ടീഷൻഡ് സ്പേസ്. ദ കൂൾഡ് എയർ പാസസ് ത്രൂ ദ പെർഫറേറ്റഡ് മെംബ്രെയിൻ ആൻഡ് ലോസസ് ഇറ്റ്സ് മോയ്സ്ചർ ഇൻ ദ കണ്ടൻസ്ഡ് ഫോം വിച്ച് കളക്റ്റഡ് ഇൻ ദ സമ്പ്. After that, the air is made through a pass through the heating coil which heats up air slightly. ഇത്രയും ഈ 3 പോയിന്റ് ഇതിൽ മാറ്റങ്ങളുള്ളൂ. ബാക്കിയെല്ലാം സെയിം ആണ്. ബാക്കി ലാസ്റ്റിലെ പോയിന്റുകളും സെയിം ആണ്. പ്രോസസ്സും സെയിം ആണ്. ആ ഒരു 3 ഇതിൽ മാത്രമാണ് മാറ്റങ്ങളുള്ളൂ. ഇനി ഇയർ റൗണ്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റം. ഇയർ റൗണ്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബോത്ത് സമ്മർ ആൻഡ് വിൻ്റർ എയർ കണ്ടീഷനിൽ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിൽറ്റർ ഉണ്ട്. ഫിൽറ്റർ കഴിഞ്ഞിട്ട് ഒരു കൂളിംഗ് കോയിലും ഉണ്ട്, ഒരു ഹ്യൂമിഡിഫയറും ഉണ്ട്, ഒരു ഹീറ്റിംഗ് കോയിലും ഉണ്ട്. അപ്പോൾ നമുക്ക് കൂളിംഗ് കോയിൽ എപ്പോഴാണ് വേണ്ടി വരിക? സമ്മർ സീസണിലാണ് കൂളിംഗ് കോയിൽ വേണ്ടി വരിക. അപ്പം കൂളിംഗ് കോയിൽ വർക്ക് ചെയ്യും. അതുപോലെ ഹീറ്റിംഗ് കോയിൽ എപ്പോഴാണ് വേണ്ടി വരിക? വിൻ്റർ സീസണിലാണ് വേണ്ടി വരിക. അപ്പോൾ അത് ഹീറ്റിംഗ് കോയിൽ വർക്ക് ചെയ്യും, മറ്റേത് ഇനോപ്പറേറ്റീവ് ആയിരിക്കും. ഇൻ സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റം, ഈ പോയിന്റ് നോക്കാം. In summer air conditioning system, the cooling coil operates to the cool air to a desired value. The humidification is obtained by operating the cooling coil at a temperature lower than the dew point temperature. ആണ് അപ്പാരറ്റസ് ഡ്യൂ പോയിൻ്റ്. അതിനേക്കാളും വളരെ കുറവായിട്ടാണ് അത് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. വിൻ്റർ സീസണിൽ കൂളിംഗ് കോയിൽ ഈസ് മെയ്ഡ് ഇനോപ്പറേറ്റീവ്. വിൻ്റർ സീസണിൽ കൂളിംഗ് കോയിൽ വർക്ക് ചെയ്യില്ല. ആ സമയത്ത് ഹീറ്റിംഗ് കോയിലാണ് വർക്ക് ചെയ്യുക. അപ്പോൾ ഹീറ്റിംഗ് കോയിൽ ആണ് യൂസ് ചെയ്യുക. ഹ്യൂമിഡിഫയർ യൂസ് ചെയ്യുന്നത് സ്പ്രേ ടൈപ്പ് ഹ്യൂമിഡിഫയർ ആണ്. ആ സമയത്ത് ഹ്യൂമിഡിഫിക്കേഷൻ വേണ്ട സമയത്ത് ഹ്യൂമിഡിഫിക്കേഷൻ നടക്കും. ഓക്കെ. ഇനി യൂണിറ്ററി എയർ കണ്ടീഷനിങ് സിസ്റ്റം നമ്മൾ അടുത്ത ക്ലാസിഫിക്കേഷനാണ്. അതിൽ വിൻഡോ യൂണിറ്റ്സും ഉണ്ട്, വെർട്ടിക്കൽ പാക്ക്ഡ് യൂണിറ്റും ഉണ്ട്. എന്നാൽ അത് ഒറ്റ സിസ്റ്റം ആയിരിക്കും. സ്പ്ലിറ്റ് AC പോലെ കംപ്രസറും രണ്ട് സെപ്പറേറ്റ് അല്ല, ഒറ്റ സിസ്റ്റം, യൂണിറ്റ് സിസ്റ്റം ആയിട്ടാണ് യൂണിറ്ററി സിസ്റ്റം. അതുകൊണ്ടാണ് അങ്ങനെ പേര് വന്നിട്ടുള്ളത്. ഇതെല്ലാം ഒറ്റ സിസ്റ്റമാണ്. പണ്ട് ഈ കാലത്ത് യൂസ് ചെയ്യുന്നത് ചുമര് തുറന്നൊക്കെ അല്ലെങ്കിൽ വിൻഡോ ഒരു സൈഡ് ഉപയോഗിച്ചിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. അതാണ് വിൻഡോ യൂണിറ്റിൽ 1 TR to 3 TR വരെ യൂസ് ചെയ്യുന്ന സ്മോൾ കപ്പാസിറ്റിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഇത് ഒരു റൂമിലേക്ക് അല്ലെങ്കിൽ റൂമിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലത്തേക്ക് മാത്രമേ പറ്റുള്ളൂ. അവിടെ കപ്പാസിറ്റി തികയുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒന്നിലധികം ഈ വിൻഡോ യൂണിറ്റ്സുകൾ വെക്കണം. ഈ വെർട്ടിക്കൽ പാക്കേജഡ് യൂണിറ്റുകളിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 5 to 20 TR ആണ്. ഇത് നമ്മളെ ബാങ്ക്, റെസ്റ്റോറൻറ്റ്, ഓഫീസുകൾ സ്ഥലങ്ങളിലേക്ക് കുറച്ചും കൂടെ ഇതായിട്ടുള്ള വെർട്ടിക്കൽ പാക്ക്ഡ് യൂണിറ്റ്സുകൾ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇനി സെൻട്രൽ എയർ കണ്ടീഷനിങ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 TR മുകളിലുള്ളതിനെ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ സെൻട്രൽ എയർ കണ്ടീഷനിങ് സിസ്റ്റം യൂസ് ചെയ്യുക. ഇതിൻ്റെ എയർ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300 m³/min, അല്ലെങ്കിൽ നമ്മൾ കുറേ സ്ഥലം ഡിഫറെൻറ്റ് സോണിലേക്ക് നമുക്ക് കണ്ടീഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ സെൻട്രൽ എയർ കണ്ടീഷനിങ് സിസ്റ്റമാണ് യൂസ് ചെയ്യുക. ഇതിൽ സെൻട്രൽ പ്ലാന്റ്, കംപ്രസർ, കണ്ടൻസർ, ഇവാപ്പറേറ്റർ അലോങ് വിത്ത് പമ്പ്, കൺട്രോൾ പാനൽ ആർ അസംബിൾഡ് ആൻഡ് ഇൻസ്റ്റാൾഡ് വൺ പ്ലേസ്. അതിനാണ് പ്ലാന്റ് റൂം എന്ന് പറയാം. അതുപോലെ കണ്ടീഷൻഡ് എയർ സപ്ലൈ ചെയ്യുന്ന ഡിഫറെൻറ്റ് റൂമിലേക്ക് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഹോളിലേക്ക് ഡക്റ്റിലൂടെ, ഗ്രില്ലിലൂടെ, ഇൻഡിവിജ്വൽ കൺട്രോൾ വഴി നമ്മൾ സപ്ലൈ ചെയ്യാറ്. ഇനി ഹ്യൂമൻ കംഫർട്ടിൻ്റെ ഡെഫിനിഷൻ അഷ്റേ പറയുന്നത് അമേരിക്കൻ സൊസൈറ്റി ഓഫ് ഹീറ്റിംഗ് ആൻഡ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എഞ്ചിനീയേഴ്സ് എന്ന ഒരു വിങ് അവർ പറയുന്ന ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ കംഫർട്ട് ഈസ് ദ കണ്ടക്ഷൻ ഓഫ്
കണ്ടീഷൻ ഓഫ് മൈൻഡ് വിച്ച് എക്സ്പ്രസ് ദ സാറ്റിസ്ഫാക്ഷൻ വിത്ത് ദ തെർമൽ എൻവയോൺമെൻറ്റ്. ഇതാണ് പറയുന്നത്. ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഹ്യൂമൻ കംഫർട്ട്. ഈ ക്വസ്റ്റ്യൻ കുറേ തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അതിൽ വരുന്ന 8 പോയിന്റുകൾ. എഫക്റ്റീവ് ടെമ്പറേച്ചർ, ഫസ്റ്റ് വൺ എഫക്റ്റീവ് ടെമ്പറേച്ചറും ചോദിച്ചിട്ടുണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹീറ്റ് പ്രൊഡക്ഷൻ ആൻഡ് റെഗുലേഷൻ ഇൻ ഹ്യൂമൻ ബോഡി, ഹീറ്റ് ആൻഡ് മോയ്സ്ചർ ലോസസ് ഫ്രം ദ ഹ്യൂമൻ ബോഡി, നാലാമത്തേത് മോയ്സ്ചർ കണ്ടൻറ്റ് ഓഫ് എയർ, അഞ്ചാമത്തേത് പ്യൂരിറ്റി ഓഫ് എയർ, ആറാമത്തേത് എയർ മോഷൻ, ഏഴാമത്തേത് ഹോട്ട് ആൻഡ് കോൾഡ് സർഫേസ്, എട്ടാമത്തേത് എയർ സ്ട്രാറ്റിഫിക്കേഷൻ. എഫക്റ്റീവ് ടെമ്പറേച്ചർ. എന്താണ് എഫക്റ്റീവ് ടെമ്പറേച്ചർ? ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഫീലിംഗ് വാംനെസ് ഓർ കോൾഡ് ടു ദ ഹ്യൂമൻ ബോഡി അപ്പോൺ കംഫർട്ട് ഡ്യൂ ടു ദ കമ്പൈൻഡ് എഫക്റ്റ് ഓഫ് എയർ ടെമ്പറേച്ചർ, മോയ്സ്ചർ കണ്ടൻറ്റ് ആൻഡ് എയർ മോഷൻ. 3 കാര്യങ്ങൾ: എയർ ടെമ്പറേച്ചർ, മോയ്സ്ചർ കണ്ടൻറ്റ് ആൻഡ് എയർ മോഷൻ. എന്നാൽ ഇതിനെ 3 കാര്യങ്ങളാണ്, 3 ഫാക്ടേഴ്സാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആൻഡ് എയർ വെലോസിറ്റി. It is defined as effective temperature is defined as the index which correlates the combined effect of air temperature, RH and air velocity on human body. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സമ്മർ സീസണിൽ 21.6 ഡിഗ്രി സെൽഷ്യസും കൂടുതൽ കംഫർട്ട് ഫീൽ ചെയ്യുന്ന ഒരു ടെമ്പറേച്ചറാണ്. അതുപോലെ വിൻ്റർ സീസണിൽ ഇത് 20 ഡിഗ്രി സെൽഷ്യസ് ആണ് എഫക്റ്റീവ് ടെമ്പറേച്ചറിൻ്റെ വാല്യൂ. ഹീറ്റ് പ്രൊഡക്ഷൻ ആൻഡ് റെഗുലേഷൻ ഇൻ ഹ്യൂമൻ ബോഡി. നമ്മളെ ഹ്യൂമൻ ബോഡിയിൽ ഹീറ്റ് പ്രൊഡക്ഷൻ അത് റെഗുലേറ്റ് ചെയ്യുന്നതാണ്. ഹ്യൂമൻ ബോഡി ഒരു ഹീറ്റ് എൻജിനായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. കാരണം നമുക്കറിയാം, നമ്മളെ എൻജിനിൽ ഫ്യൂവൽ കമ്പസ്റ്റൻ ചെയ്തിട്ടാണ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ഇതിൽ ഫുഡിനാണ് കമ്പസ്റ്റൻ ചെയ്യുന്നത്. അപ്പോൾ ഫുഡ് കമ്പസ്റ്റൻ ചെയ്യുന്നതാണ്, അത് എക്സോതെർമിക് പ്രോസസ്സാണ്. അതിനെയാണ് നമ്മളെ ദഹന പ്രക്രിയ, മെറ്റബോളിക് പ്രോസസ്സ് എന്ന് പറയുന്നത്, മെറ്റബോളിസം എന്ന് പറയുന്നത്. ഈ ഒരു റേറ്റിനെയാണ് മെറ്റബോളിക് റേറ്റ് എന്ന് പറയുന്നത്. ഈ സമയത്ത് ഓക്സിഡേഷനും നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇൻഹേൽ ചെയ്ത ഓക്സിജനും കൂടെ കൂടിച്ചേർന്നിട്ടാണ് ഈ ഒരു ഇതിൽ ഭാഗമാവുന്നത്. അപ്പോൾ ഒരു നോർമൽ പേഴ്സൺ, ഒരു അസ്ലീം ആണ്, ഉറങ്ങാതിരിക്കുന്ന റെസ്റ്റിംഗ് കണ്ടീഷൻ അല്ലാത്തൊരു അവസ്ഥയിൽ അയാൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇത് 60 വാട്ടാണ്. കാരണം ഇതിന് നമ്മളെ തെർമൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്, ഹ്യൂമൻ ബോഡിയുടെ തെർമൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് 20% ആണ്. അപ്പോൾ ബാക്കി 80% ഹീറ്റ് എൻവയോൺമെൻറ്റിലേക്ക് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹീറ്റ് ആൻഡ് മോയ്സ്ചർ ലോസസ് ഫ്രം ദ ഹ്യൂമൻ ബോഡി. ഹ്യൂമൻ ബോഡിയിൽ നിന്ന് ഹീറ്റും മോയ്സ്ചർ ലോസും എങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. സെൻസിബിൾ ഹീറ്റ് വഴിയും ലോസ് ആവുന്നുണ്ട്, അതുപോലെ ലേറ്റൻറ്റ് ഹീറ്റ് വഴിയും നടക്കുന്നുണ്ട്. 2 കോലത്തിലും നടക്കുന്നുണ്ട് സറൗണ്ടിങ്ങിലേക്ക്. മോയ്സ്ചർ കണ്ടൻറ്റ് ഓഫ് എയർ. മോയ്സ്ചർ കണ്ടൻറ്റ് കാരണം ഇതിനെ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. സമ്മർ സീസണിൽ മോയ്സ്ചർ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. കാരണം മാക്സിമം സാച്ചുറേറ്റഡ് എയറിൽ മാക്സിമം എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ വാട്ടർ വേപ്പറായിട്ട് ഹോൾഡ് ചെയ്യും. അപ്പോൾ കംഫർട്ട് RH എന്ന് പറയുന്നത് ഷുഡ് നോട്ട് ബി മോർ ദാൻ 60%. 60% കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് കംഫർട്ട് ഫീൽ ചെയ്യില്ല. അപ്പോൾ ഈ എയർ കണ്ടീഷൻഡ് സ്പേസിലേക്ക് ലീക്കായി കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ടീഷൻഡ് സ്പേസിലിരിക്കുന്ന നമുക്ക് ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഹൈ RH ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യും. അപ്പം എക്സസ് മോയ്സ്ചർ കണ്ടൻറ്റ് ഷുഡ് ബി റിമൂവ്ഡ് ബൈ ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്. ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സ് വഴി അവിടെയുള്ള ഹ്യൂമിഡിറ്റി കണ്ടൻറ്റ് റിമൂവ് ചെയ്യണം. ഇനി വിൻ്റർ സീസണിലാണെങ്കിൽ ഔട്ട്സൈഡ് എയർ ഹോൾഡ്സ് ലെസ് മോയ്സ്ചർ കണ്ടൻറ്റ് ഡ്യൂ ടു ഇറ്റ്സ് ലോ ടെമ്പറേച്ചർ കാരണം കുറച്ച് മോയ്സ്ചർ കണ്ടൻറ്റ് മാത്രമാണ് വിൻ്റർ സീസണിൽ ഹോൾഡ് ചെയ്യുള്ളൂ എയർ. ആ സമയത്ത് ഇത് കണ്ടീഷൻഡ് സ്പേസിലേക്ക് കയറി വരികയാണെങ്കിൽ, ലോ RH എയർ കയറി വരികയാണെങ്കിൽ അവിടെ നമുക്ക് ലോ RH നമുക്ക് ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അവിടേക്ക് മോയ്സ്ചർ കണ്ടൻറ്റ് ആഡ് ചെയ്യണം ഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സിലൂടെ. കാരണം 40% എങ്കിലും മിനിമം ആക്കി വെക്കണം. പ്യൂരിറ്റി ഓഫ് എയർ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. പ്യൂരിറ്റി കണ്ടീഷൻഡ് സ്പേസിലുള്ള എയർ പ്യൂറായിരിക്കണം. ഡസ്റ്റ്, ഡേർട്ട് അല്ലെങ്കിൽ സ്മെല്ല്, ബാക്ടീരിയ, അതർ ഇമ്പ്യൂരിറ്റീസ് ഇതെന്നെല്ലാം ഇതായി പ്യൂറായിട്ടുള്ള ഇതാണ് വേണ്ടത്. അതുപോലെ ഓക്സിജൻ കണ്ടൻറ്റ് കൃത്യമായ അളവിൽ വേണം. 21% ആണ് നല്ല അറ്റ്മോസ്ഫിയറിലേക്കുള്ള ഓക്സിജൻ്റെ ഇത്. അത് 16% ആവുമ്പോൾ സമയത്താണ് നമുക്ക് സീരിയസ് ആയിട്ടുള്ള ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യാം. പിന്നെ എയറിൻ്റെ മോഷൻ, എയർ സർക്കുലേറ്റ് ചെയ്യണം, എയർ മോഷൻ ചെയ്യണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കണ്ടീഷൻ എല്ലാം സാറ്റിസ്ഫൈ ചെയ്തിട്ടും എയർ സ്റ്റില്ലായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനോട് നമുക്ക് കാര്യമില്ല, അത് ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 8 മുതൽ 12 മീറ്റർ/മിനിറ്റ് ആണ് ഒരു ഏകദേശ സ്പീഡ്, കംഫർട്ടിന് വേണ്ട എയറിൻ്റെ മോഷൻ്റെ സ്പീഡ് പറയുന്നത്.
പിന്നെ ഹോട്ട് ആൻഡ് കോൾഡ് സർഫസ്. കാരണം നമ്മൾ ചില സമയത്ത് ഈ കണ്ടീഷൻ്റെ സ്പേസിൻ്റെ വാളുകൾ അല്ലെങ്കിൽ വാതിലുകൾ ഇതെല്ലാം കണ്ടക്ടേഴ്സായിട്ട് ആക്ട് ചെയ്യും. അപ്പം പുറത്തേക്ക് ഇത് ചെയ്യുന്ന സമയത്ത് കാരണം ഇപ്പോൾ നമുക്കറിയാം സീലിംഗ് നമുക്ക് ചൂട് സീസണിൽ സീലിംഗ് മുകളിലെ ടോപ്പ് റൂഫ് ചൂടായിട്ട് ആ ഹോട്ട് എയർ പുറത്തേക്ക് താഴേക്ക് വന്നിട്ട് നമുക്ക് ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യും, ആ കോൺക്രീറ്റ് ചൂടായിട്ട്. ആ ഒരു പ്രോസസ്സ്. അതുപോലെ അപ്പോഴാണ് നമ്മൾ മുകളിലെ സീലിംഗ് ഫാൻ ഉപയോഗിക്കുമ്പോൾ ആ ചൂട് കാറ്റ് താഴേക്ക് വരികയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ AC അല്ലെങ്കിൽ വാൾ ഫാൻ ഉപയോഗിക്കുകയാണ് സജസ്റ്റ് ചെയ്യുക. അപ്പോൾ അത് ആ ഒരു ഡിസ്കംഫർട്ടാണ് ഈ ഹോട്ട് ആൻഡ് കോൾഡ് സർഫസ്. ഈ നമ്മളെ എൻക്ലോസ്ഡ് സ്പേസിൻ്റെ സർഫസിലൂടെ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ഡോറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിലൂടെയൊക്കെ കണ്ടക്ഷൻ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ഗ്ലാസ് ഡോർ, വിൻ്റർ സീസണിലെ ഗ്ലാസ് ഡോറിൽ ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും. ഇനി എയർ സ്റ്റാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യും. എയറിൻ്റെ ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് അത് മുകളിലെ പോർഷനിലേക്ക് പോകും. അപ്പോൾ കൂടുതൽ ഡെൻസായിട്ടുള്ള എയർ താഴേക്ക് വരും. അപ്പോൾ ഈ ഒരു ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് റൂമിൽ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് ഫ്ലോറും സീലിങ്ങും തമ്മിലുള്ള ഒരു ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് കൂടുതലായിട്ട് ഉണ്ടാവാൻ പാടില്ല. ഇത് കുറയ്ക്കുക എന്നുള്ളതാണ് ഈ ഒരു എയർ കണ്ടീഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു എയർ സ്റ്റാറ്റിഫിക്കേഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. മുകളിൽ നമ്മളെ തറയിലുള്ള ടെമ്പറേച്ചറും അല്ലെങ്കിൽ റൂഫിലുള്ള ടെമ്പറേച്ചറും തമ്മിൽ അധികം അന്തരം ഉണ്ടാവാൻ പാടില്ല. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഒപ്റ്റിമം എഫക്റ്റീവ് ടെമ്പറേച്ചറിന് വേണ്ട ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന്. ക്ലൈമറ്റിക് ആൻഡ് സീസണൽ ഡിഫറൻസ്. എന്നാൽ ക്ലൈമറ്റിക് സീസണൽ ഡിഫറൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു, സമ്മറിലും വിൻ്ററിലും ചെറിയ മാറ്റങ്ങൾ ഉണ്ട്. കാരണം സമ്മറിൽ നമ്മൾ പറഞ്ഞ എഫക്റ്റീവ് ടെമ്പറേച്ചർ 21.6ഉം വിൻ്ററിൽ പറഞ്ഞത് 20 ഡിഗ്രി സെൽഷ്യസുമാണ്. അതനുസരിച്ച് ക്ലൈമറ്റിക് ആൻഡ് സീസണൽ ഡിഫറൻസ്. അതുപോലെ ക്ലോത്തിങ്, നമ്മുടെ ഡ്രസ്സ്, നമ്മൾ ലൈറ്റായിട്ടുള്ള ഡ്രസ്സാണ് ധരിക്കുന്നുണ്ടെങ്കിൽ ആൾക്ക് ചെറിയ ഇത് മതി, കൂടുതൽ ഇത് വേണം, എഫക്റ്റീവ് ടെമ്പറേച്ചർ വേണം. മറ്റേ ആൾക്ക് ഹെവി ക്ലോത്തിങ്. അതുപോലെ ഏജ് ആൻഡ് സെക്സ്. ഇപ്പോൾ കുട്ടികൾക്ക് ഉള്ള പോലെയല്ല ഒരു അഡൾട്ടായിട്ടുള്ള, കാരണം കുട്ടികൾക്ക് കുറച്ച് എഫക്റ്റീവ് ടെമ്പറേച്ചർ കൂടുതലാണ്. കാരണം അവർക്ക് അത്രയും മതി. അഡൾട്ടായ ആളുകൾക്ക്, ഹെൽത്തി ആയ ആളുകൾക്ക് അതിനേക്കാളും കുറവ് മതി ടെമ്പറേച്ചർ. അതുപോലെ സെക്സ്, ലേഡീസിന് ഒരു 0.5 ഡിഗ്രി സെൽഷ്യസ് മെന്നിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 0.5 ഡിഗ്രി സെൽഷ്യസ് കൂടുതലാണ് എഫക്റ്റീവ് ടെമ്പറേച്ചർ. അതുകൊണ്ടാണ് ഈ ലേഡീസ് ഇതിലൊക്കെ ടെമ്പറേച്ചർ കൂട്ടി, മെറ്റേണിറ്റി വാർഡുകളിലൊക്കെ ടെമ്പറേച്ചർ കുറച്ച് കൂട്ടിയിട്ടാണ് വെക്കുക. ഡ്യൂറേഷൻ ഓഫ് സ്റ്റേ, നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യുന്ന, ഇപ്പോൾ ഒരു ഓഫീസിൽ 8 മുതൽ 10 മണിക്കൂർ വരെ ജോലി ചെയ്യുന്ന ഒരാൾക്ക് വേണ്ട ടെമ്പറേച്ചർ അല്ല ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ജസ്റ്റ് ഒന്ന് ബാങ്കിൽ പോയി വരുന്ന ആൾക്ക് വേണ്ടത്. അപ്പോൾ ആൾക്ക് ടെമ്പറേച്ചർ കൂടുതൽ വേണം. അവിടെ കൂടുതൽ സമയം ഇരിക്കുന്ന ആൾക്ക് എഫക്റ്റീവ് ടെമ്പറേച്ചർ കുറച്ച് മതി. പിന്നെ കൈൻഡ് ഓഫ് ആക്ടിവിറ്റി. കാരണം നമ്മൾ സ്റ്റില്ലായിട്ട് ഒരു ഓഫീസിൽ ഇരിക്കുകയാണെങ്കിൽ അത്ര കുഴപ്പമില്ല. അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുക, അല്ലെങ്കിൽ ജിമ്മ്, അല്ലെങ്കിൽ ഏതെങ്കിലും സ്പോർട്സ് ഐറ്റം ഗെയിംസിൽ ഏർപ്പെടുക, ഇങ്ങനെയൊക്കെ ആളുകൾക്ക് കൂടുതൽ എനർജി. അപ്പോൾ എഫക്റ്റീവ് ടെമ്പറേച്ചർ അവിടെ കുറവാണ് വേണ്ടത്. പിന്നെ ഡെൻസിറ്റി ഓഫ് ഓക്യുപ്പൻസ്. നമ്മളെ കൂടുതൽ റഷായിട്ടുള്ള ക്രൗഡായിട്ടുള്ള ഒരു സ്ഥലത്ത്, ഇപ്പോൾ ഓഡിറ്റോറിയം അല്ലെങ്കിൽ ഒരു സിനിമാ തിയേറ്റർ, ഇവിടെയൊക്കെയുള്ള ഇതെല്ലാം കുറച്ച് ആളുകളുള്ള ഒരു ഓഫീസിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ളത്. അപ്പോൾ ഡെൻസിറ്റി ഓഫ് ഓക്യുപ്പൻസും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതുപോലെ ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം ഉയർന്ന സ്ഥലങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ടെമ്പറേച്ചറിൻ്റെ ഇത്, അപ്പോൾ ലാറ്റിറ്റ്യൂഡും ഇതിൽ ഒരു ഒപ്റ്റിമം എഫക്റ്റീവ് ടെമ്പറേച്ചർ കിട്ടാനുള്ള ഒരു ഫാക്ടറാണ്. പിന്നെ കംഫർട്ട് ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എക്സ് ആക്സിസിലും വെറ്റ് ബൾബ് ടെമ്പറേച്ചർ വൈ ആക്സിസിലും വരച്ചിട്ട് RH ലൈൻസ് സൈക്രോമെട്രിക് ചാർട്ടിൽ നിന്ന് റീപ്ലോട്ട് ചെയ്തിട്ടുള്ള ഒരു ഇതിനെയാണ് കംഫർട്ട് ചാർട്ട് എന്ന് പറയുക. ഇതിൽ മെയിനായിട്ടുള്ളത് സമ്മറിലെയും വിൻ്ററിലെയും കണ്ടീഷൻസ് ഇതിലേക്ക് സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിലേക്ക് പകർത്തിയിട്ടുണ്ട്. ദീസ് ഗ്രാഫ്സ് ഹാവ് എഫക്റ്റീവ് ടെമ്പറേച്ചർ സ്കെയിൽ ആസ് എക്സ് ആക്സിസ് ആൻഡ് പെർസെൻറ്റേജ് ഓഫ് പീപ്പിൾ ഫീലിംഗ് കംഫർട്ടബിൾ ആസ് വൈ ആക്സിസ്. കാരണം എഫക്റ്റീവ് ടെമ്പറേച്ചർ ഇതിനകത്ത് വേറൊരു ഗ്രാഫ് ഉണ്ട്. അതിനകത്ത് എക്സ് ആക്സിസിൽ എഫക്റ്റീവ് ടെമ്പറേച്ചറും വൈ ആക്സിസിൽ പെർസെൻറ്റേജ് ഓഫ് പീപ്പിൾ ഫീലിംഗ് കംഫർട്ടബിൾ, എത്രത്തോളം ആളുകൾക്ക് കംഫർട്ടായുള്ള ടെമ്പറേച്ചർ എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് ആ ഒരു സംഭവം ചെയ്തിട്ടുള്ളത്. അപ്പോൾ മോസ്റ്റ് ഡിസൈറബിൾ RH ലൈസ് ബിറ്റ്വീൻ 40% ആൻഡ് 70%. കാരണം ആ 40-ൻ്റെയും 70-ൻ്റെയും ഇടയിലാണ് ഈ RH വാല്യൂ, റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയുടെ വാല്യൂ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് RH
30-നേക്കാളും താഴെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിനെ അത് ഭയങ്കര ഡ്രൈ ആയി പോകും. അതുപോലെ സ്കിന്നുകളും ഡ്രൈ ആയി പോകും. അപ്പോൾ ഒരിക്കലും 30-ന്റെ താഴെ താവാൻ പാടില്ല. അതുപോലെ RH 70-ന്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര ക്ലാമി, ഭയങ്കര അങ്ങനെ ഒരു നമുക്ക് ആകെ ഹ്യൂമിഡിറ്റി കൂടുതൽ കാരണം ഉള്ള ഒരു ഫീൽ ഉണ്ടല്ലോ. 70% മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ സ്റ്റിക്കി, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ നനഞ്ഞിരിക്കുന്നൊരവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഇതാണ് കംഫർട്ട് ചാർട്ട് എന്ന് പറയുന്നത്. ഈ കംഫർട്ട് ചാർട്ടിൽ നോക്കാം, ഇവിടെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, ഇവിടെ വെറ്റ് ബൾബ് ടെമ്പറേച്ചറാണ് എക്സിലും വൈയിലും ഇത് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇത് സമ്മറിൻ്റെ കേസിലാണ്. ഇപ്പോൾ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, ഇവിടെ എഫക്റ്റീവ് ടെമ്പറേച്ചർ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ എത്ര പെർസെൻറ്റേജ് ഓഫ് പീപ്പിൾ ലിവിങ് കംഫർട്ട്, ആ ഒരു ഗ്രാഫാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് സമ്മറിൽ. അതുപോലെ ഇവിടെ വിൻ്ററിലെയും കാണിച്ചിട്ടുണ്ട്. ഇവിടെ എഫക്റ്റീവ് ടെമ്പറേച്ചർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിൽ ഇവിടെ ഒരു ഗ്രാഫ് ഉണ്ട്. ആ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് എത്രത്തോളം ആളുകൾക്ക് കംഫർട്ട് ഫീൽ ചെയ്യുന്നു എന്നുള്ളത്. ഇതിൽ പറയുന്നത് 98% പീപ്പിളിനും സമ്മർ സീസണിൽ 21.6 ഡിഗ്രി സെൽഷ്യസ് ആണ് എഫക്റ്റീവ് ടെമ്പറേച്ചറായിട്ട് കൂടുതൽ കംഫർട്ട് ഫീൽ ചെയ്യുന്നത്. അതുപോലെ വിൻ്റർ സീസണിൽ 20 ഡിഗ്രി സെൽഷ്യസ് ആണ് 97.7% ആളുകൾക്കും കംഫർട്ട് ഫീൽ ചെയ്യുന്ന ടെമ്പറേച്ചർ. പിന്നെ കംഫർട്ട് സോൺ ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ കംഫർട്ട് സോൺ എന്നുള്ളത് ഈ അതിൻ്റെ RH വാല്യൂ 30%-നും 70%-നും ഇടയിലാക്കിയിട്ട് RH കംഫർട്ട് സോൺ, അതുപോലെ ടെമ്പറേച്ചർ 18-നും 21-നും അതായിട്ട് ഒരു കംഫർട്ട് സോൺ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയാണ് RH അല്ലെങ്കിൽ ഈ ഇതിൽ ചാർട്ടിൽ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.